ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ, നമുക്ക് രോഗസൗഖ്യം ഉണ്ടാവാൻ, നമ്മുടെ മുന്നേ കർത്താവ് പോയി നമുക്ക് വഴിയൊരുക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കണ്ടീഷനിട്ട് വാഗ്ദാനമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 23:25 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. നോക്കിക്കേ, ദൈവത്തിൻ്റെ വചനം പറയാണ്. എന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യ്, അപ്പോൾ എന്നെ തരാമെന്നുള്ളോ. അപ്പോൾ എന്താ ചെയ്യാൻ പറയണേ? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ അപ്പോൾ ആരാധിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്ന് പറയുക? ദൈവം ഭക്ഷ്യം പാനീയം ആസ്വദിക്കും, രോഗം മാറ്റും. ഇനി തുടർന്നുള്ള വചനങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അധ്വാനത്തിന് ഫലം ഉണ്ടാവും, വന്ധ്യത മാറ്റിത്തരും. വീണ്ടും വചനം പറയാം, ഞാൻ മുന്നേ പോയി നിൻ്റെ ശത്രുക്കളെ ചിതറിക്കും, നിൻ്റെ കർത്താവ് മുന്നേ പോയി വഴിയൊരുക്കും, തടസ്സങ്ങൾ മാറ്റും, പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന ആളുകളെയും സാഹചര്യം കർത്താവ് മാറ്റും. അപ്പോൾ നോക്കിക്കേ, ഇതെല്ലാം ചെയ്യാൻ കർത്താവ് പറയുന്ന അടിസ്ഥാനമായിട്ട് കണ്ടീഷനായിട്ട് പറയുന്ന കാര്യം, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം കാണാപ്പാട് പഠിക്കാം. ഓരോ പ്രാവശ്യം നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഒക്കെ ഈ ദൈവത്തിൻ്റെ വചനം ഓർക്കാം. ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന് വില കൊടുക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന സമയമാണ്. നമ്മൾ ചോദിച്ചാൽ ഇല്ലെങ്കിലും നമുക്ക് സൗഖ്യമുണ്ട്. നമ്മൾ ചോദിച്ചാൽ ഇല്ലെങ്കിൽ നമുക്ക് മുന്നേ കർത്താവ് പോകും, കർത്താവ് വഴിയൊരുക്കും, കർത്താവ് എല്ലാം ഭംഗിയാക്കി തരും. അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുക മാത്രമല്ല ആരാധന, മറിച്ച് കർത്താവിന് എല്ലാ സമയത്തും, നല്ല കാലത്തും ദോഷകാലത്തും കർത്താവിനെ സ്തുതിക്കുക, ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക. ബാക്കിയെല്ലാം ദൈവം ക്രമീകരിച്ചുകൊള്ളാമെന്നാണ് ഈ ദൈവവചനത്തിൻ്റെ വാഗ്ദാനം പറയുക. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.